ശ്രീ സേനാപതി വേണു, NSSന്റെ ഈ നിലപാട് അത് പ്രതീക്ഷ ഒന്ന് തന്നെയാണോ? NSSന്റെ പ്രതിനിധി, മുതിർന്ന ഒരു പ്രതിനിധി തന്നെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ശബരിമല വിഷയത്തിൽ, അത് യുവതീ പ്രവേശന വിഷയമാണല്ലോ, അവിടെ ആചാര ലംഘനത്തിന് പിണറായി സർക്കാർ തുനിഞ്ഞിട്ടില്ല, അവർക്കതിന് കഴിയുമായിരുന്നു, പക്ഷേ അതിലേക്ക് അവർ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ NSSന്റെ നിലപാട് പൂർണ്ണമായിട്ടും LDF സർക്കാരിനെ തുണയ്ക്കുന്നതാണ്. അവിടെ UDF വിമർശനവുമുണ്ട്. ഈ വിഷയത്തിൽ UDF വിശ്വാസികൾക്കൊപ്പം ആയിരുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു NSSന്റെ ഈ നിലപാടിനെ? ബഹുമാന്യായ NSS ജനറൽ സെക്രട്ടറി അങ്ങനെ രാഷ്ട്രീയമായ ഒരു നിലപാടും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അത് തന്നെ നമുക്ക് ഒന്ന് കടമെടുക്കാം. അതായത്, the government assured us that they will resolve the issue in Shabarimala. They also assured us that customs will be protected and they won't do anything against it. The assurance was conveyed by Devaswam Minister V.N. Vasavan with the Chief Minister's knowledge. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഇപ്പം NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു നിലപാടിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഞാനോ അല്ല നമ്മളാരും അതില് എന്താ പറയുക, നമുക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ വളരെ വിനീതമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്ത് ഏറ്റവും അധികം മുന്നിലുണ്ടായിരുന്ന ഒരുപക്ഷെ ഏറ്റവും അതിനുവേണ്ടി ത്യാഗം സഹിച്ച ഒരു NSS ആണ്. അപ്പോ ഈ സംഗമത്തിന് മുമ്പ് പൊതുവെ ഉയർന്ന ഒരു ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ യുവതീ പ്രവേശനം ഇപ്പോഴും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് LDFന്റെ നിലപാട്. അപ്പോ ബഹുമാന്യനായ സുകുമാരൻ സാറിന് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ആ അഫിഡവിറ്റിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീട് അവിടുത്തെ എന്താ പറഞ്ഞ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിക്കുമെന്ന് ശ്രീ V.N. വാസവൻ വഴി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് ഇതാണ്: ശബരിമല ആചാരത്തെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും വിരുദ്ധമായി നിൽക്കുന്ന, അത് ഡെമോക്രാസിന്റെ വാള് പോലെ നിൽക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് അഫിഡവിറ്റ് ആണ്. ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഭംഗ്യം തരാണ്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും അതിൻ്റെ അകത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ഞങ്ങളുടെ KPCC നിർവാഹക സമിതി അംഗമായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ അത് തന്നെയാണ്. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ഒരു ഉപദേശ രൂപേണയായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനും അറിയാം, VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് അല്ല, അത് തിരുത്തിക്കൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. അത് സുകുമാരൻ സാറിനെ പോലുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ NSSന്റെ നിലപാടിനൊപ്പം നിന്നത് UDF സർക്കാർ തന്നെയാണ്, അല്ലെ? അത് ശരിയായ കാര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ NSS കാണുന്നത് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ് കോൺഗ്രസ് എന്നാണ്. അതാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അതായത് അയ്യപ്പ സംഗമം പമ്പയിലേത്, സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ അയ്യപ്പ സംഗമം എന്തിന് UDF ബഹിഷ്കരിച്ചു എന്നാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. ശ്രീ സേനാപതി വേണു, അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ NSSനൊപ്പം തന്നെയായിരുന്നു നിലപാടെടുത്തത്, ഇപ്പോഴും NSSന്റെ നിലപാടിനൊപ്പമാണ്. പക്ഷേ NSS നിലപാട് മാറ്റുകയല്ലേ ഈ വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? സർക്കാരിനൊപ്പം ചേർന്നിരിക്കുകയാണ്. അതായത് പിണറായി സർക്കാരിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ 3 ചോദ്യങ്ങളാണ് ഗവൺമെന്റിന്റെ മുമ്പാകെ വെച്ചത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുക, അല്ലെങ്കിൽ പുതിയ അഫിഡവിറ്റ് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്നത്തെ ആ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ക്രിമിനൽ കേസുകൾ മുഴുവൻ അത് നിരുപാധികം ഗവൺമെന്റ് പിൻവലിക്കുക. രണ്ടാമത്. മൂന്നാമത് ഞങ്ങൾ ചോദിച്ചത്, ഇനി ഭരണം അത് കേവലം 6-7 മാസം മാത്രം അവശേഷിക്കുന്നു, 180 ദിവസത്തിൽ താഴെ മാത്രം അവശേഷിക്കുന്ന ഒരു ഭരണകാലത്ത് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി വിളിക്കുന്നതിലെ യുക്തി എന്ത്? ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് UDF ഇത് ബഹിഷ്കരിച്ചത്. ആ ബഹിഷ്കരണ കാരണത്താൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇനി അതിൽ സുകുമാരൻ സാറിന് ഞങ്ങൾ ബഹിഷ്കരിച്ചതിനെ കുറിച്ച്, അല്ലെ കോൺഗ്രസും UDFും ബഹിഷ്കരിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്, സുവ്യക്തമായ നിലപാട്, അത് നിലനിൽക്കുകയാണ്. അതിലിപ്പോൾ NSS ജനറൽ സെക്രട്ടറി എന്ത് നിലപാട് പറഞ്ഞാലും നിങ്ങളുടെ നിലപാടിൽ അതിലൊരു മാറ്റവും സംഭവിക്കുകയില്ല. ശ്രീ M. ജയചന്ദ്രൻ, NSS എന്താണ് ഇങ്ങനെ ആടിക്കളിക്കുന്നത്? നേരത്തെ അവർ പിണറായി സർക്കാരിനെതിരെയായിരുന്നു.
സമരം നയിച്ചതാണ്. സർക്കാർ ഒരു നിലപാട് മാറ്റവും വരുത്തിയിട്ടില്ല എങ്കിൽ പോലും സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് NSS ഇപ്പോൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ സർക്കാർ ദേവസ്വം മന്ത്രി വഴി ഒരു ഉറപ്പ് NSS ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തിരുന്നോ? യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട്, യുവതീ പ്രവേശനത്തിന് എതിരായി സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ NSSന് സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഒരു നിലപാടും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സമുദായ സംഘടനകൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. അത് NSSനും കൊടുത്തിട്ടില്ല, SNDPക്കും കൊടുത്തിട്ടില്ല, KPMSനും കൊടുത്തിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവിടെ NSS ജനറൽ സെക്രട്ടറി മറിച്ചാണ് പറയുന്നത്, ഉറപ്പ് കിട്ടിയെന്നാണ്. അതെ മഞ്ജുഷേ, ഇപ്പോ പ്രിയ സുഹൃത്ത് സേനാപതി വേണു ഒരു കാര്യം പറഞ്ഞല്ലോ, യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മാസം അസംബ്ലി ചേർന്നപ്പോ ഇനി 29 ഉള്ളൂ. പക്ഷെ 17-ാം തീയതി, ഈ മാസം 17-ാം തീയതി അസംബ്ലിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നേ. ചോദ്യം ചോദിച്ചത് അന്നത്തെ ചോദ്യോത്തരവേള മുഴുവനും നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളുമായിരുന്നു. അതില് കോൺഗ്രസ് MLA ആയിട്ടുള്ള ഉമാ തോമസിന്റെ ഒരു ചോദ്യം, ഞാൻ ചോദ്യവും മറുപടിയും വായിക്കാം. അപ്പൊ താങ്കളെ സേനാപതി വേണുവിനൊക്കെ എത്ര ഗുരുതരമായിട്ടാണ് KPCCയിൽ ആവശ്യമായ ഫീഡ്ബാക്സ് കൊടുക്കാത്തതെന്ന് ആലോചിച്ച് നോക്കണം. ഞാനത് വായിക്കാം, ചോദ്യവും മറുപടിയും കേട്ടോ. ചോദ്യം ഇതാണ്. ചോദ്യം ശ്രീമതി ഉമാ തോമസ്, ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലം മുൻ സർക്കാർ, അതായത് 2016-21 പിണറായി വിജയൻ സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ? 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും മുൻ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും പകർപ്പ് ലഭ്യമാക്കാമോ? മറുപടി ശ്രീ VN വാസവൻ, ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-2016 കാലയളവിൽ അന്നത്തെ സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. അതായത് പിണറായി വിജയൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് അനുബന്ധമായി ചേർക്കുന്നു. ആ അനുബന്ധവും എൻ്റെ ഉണ്ട്, അതിവിടെ വായിക്കാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോ താങ്കൾ പറഞ്ഞ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്, 3 ചോദ്യങ്ങൾ പറഞ്ഞല്ലോ. അത് 3-ൽ ഒന്നാമത്തെ ചോദ്യത്തിന് മുന്നേ ഒഴിഞ്ഞല്ലോ. കാരണം ചോദിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള MLA ശ്രീമതി ഉമാ തോമസ് ആണ്. അവരുടെ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. ഇത് താങ്കളുടെ പാർട്ടി പ്രതിപക്ഷങ്ങളടക്കം മറ്റേ MLA മാരെല്ലാം ഉണ്ടല്ലോ, ഒരു പ്രയാസമില്ലാതെ കിട്ടുന്നതാണ്. അല്ല, ഞാൻ അത് നിയമസഭയെ ഒരു തരത്തിൽ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന് നിലപാടായിരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് ആ ഉത്തരവ് വരാനുള്ള കാരണം. അതിനകത്ത് സാങ്കേതികത്വത്തിൻ്റെ ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മറുപടി നൽകിയത്. അത് ഉമാ തോമസിൻ്റെ ചോദ്യത്തിനല്ല. ആ മറുപടി നൽകിയിരിക്കുന്നത് CR മഹേഷിൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും IC ബാലകൃഷ്ണൻ്റെയും എൽദോസ് P കുന്നപ്പള്ളിയിലിൻ്റെയും ചോദ്യങ്ങൾക്കാണ്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായിരുന്നു. ചോദ്യം നമ്പർ 54 14-ാം സമ്മേളനത്തിൽ ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ടത് 17/9/2025 മറുപടിയാണ്. അതിലാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ നക്ഷത്ര ഈ 17/9 തന്നെ നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യം നമ്പർ 832 അതാണ് താങ്കൾ വായിച്ചല്ലേ? ശരി, ഞാൻ നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യം നമ്പർ 54 വായിക്കുന്നത്. അത് ഇതേ ചോദ്യം തന്നെയായിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ കുറിച്ച് 2011-14 സർക്കാർ നൽകിയ സത്യവാങ്മൂലം 2016-2021 സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ എങ്കിൽ വിശദമാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-16 കാലയളവിലെ സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല എന്നാണ്. താങ്കൾ വായിച്ച ഉത്തരവും ചോദ്യവും അത് തന്നെയാണ് ഞാൻ വായിച്ചതും. അത്